ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP എക്സാം അടുത്തു കഴിഞ്ഞു. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1826 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭവനം വയൽവാരം വീട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹവുമായി റിലേറ്റഡായിട്ട് 2020 LP സ്കൂൾ ടീച്ചറിന് ചോദിച്ചൊരു ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളത്. മേൽമുണ്ട കലാപമുണ്ട്, SNDP ഉണ്ട്, സർവമത സമ്മേളനമുണ്ട്, അരുവിപ്പുറം പ്രതിഷ്ഠയുണ്ട്. നമുക്കറിയാം മേൽമുണ്ട കലാപം വൈകുണ്ഠസ്വാമികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ SNDP, സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് 1856 ഓഗസ്റ്റ് 20. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. ചോദിച്ച ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീട് എന്ന പേരിൽ അറിയപ്പെടുന്നു. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കായിരുന്നു? ചട്ടമ്പി സ്വാമികൾക്കാണ് അല്ലേ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന. ഈ ഒരു കൃതി അദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണമെന്ന് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകത്തിലാണ് ഈ വരികൾ ഉള്ളത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണമെന്നുള്ള വരികൾ ആത്മോപദേശ ശതകത്തിലാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ഏതാണ്? ജാതിമീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഈ ഒരു വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സമാധി സ്ഥലം ശിവഗിരിയിലാണ്. 1928 ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ്. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. 1928 ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞത് ശിവഗിരിയിലാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ, അതായത് ശ്രീലങ്കയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ് അദ്ദേഹം. 2009 ശ്രീലങ്കയിലെ തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വന്നിട്ടുള്ളത്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഒരേ സമയം സ്റ്റാമ്പിൽ, മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ, നാണയത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ് ശ്രീനാരായണ ഗുരു. SNDPയെ കുറിച്ച് പറയാം നമുക്ക്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടത് 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടത് 1903 മെയ് 15 SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. SNDPയുടെ ആസ്ഥാനം കൊല്ലം.
SNDPയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. SNDPയുടെ മുഖപത്രത്തിൻ്റെ പേര് ഏതാണ്? വിവേകോദയം. 1904 ഈ മുഖപത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. വിവേകോദയം സ്ഥാപിച്ചത് കുമാരനാശാനാണ്. SNDPയുടെ നിലവിലെ മുഖപത്രം യോഗനാഥം. ഈ ചോദ്യങ്ങളൊക്കെ നിരന്തരം ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടത് 1903 മെയ് 15. 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യത്തെ SNDPയുടെ മുഖപത്രം വിവേകോദയം. 1904 വിവേകോദയം എന്ന മുഖപത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. വിവേകോദയം പത്രം സ്ഥാപിച്ചത് ആരാണ്? കുമാരനാശാനാണ്. SNDPയുടെ നിലവിലെ മുഖപത്രം യോഗനാഥമാണ്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകരും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ് അല്ലേ. അപ്പോൾ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യത്തെ ക്ഷേത്രം ഏതാണ്? നെയ്യാറ്റിൻകരയിൽ അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. നെയ്യാറ്റിൻകരയിൽ അരുവിപ്പുറം പ്രതിഷ്ഠയാണ് അദ്ദേഹം ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏത് വർഷമായിരുന്നു? 1887. 1887 ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് അരുവിപ്പുറത്ത് നെയ്യാറ്റിൻകരയിൽ ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത്. 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ഫെബ്രുവരി ശിവരാത്രി ദിനത്തിലാണ്. നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്നും സ്വയം മുങ്ങിയെടുത്ത ഒരു കല്ലാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്നും സ്വയം മുങ്ങിയെടുത്ത ഒരു കല്ലാണ് അദ്ദേഹം പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ എവിടെയാണ്? വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് അല്ലേ. 1889 ഈ പ്രതിഷ്ഠ നടത്തിയത്. വേലായുധം നട എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണേത്? വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത്, നമ്മൾ ശിവപ്രതിഷ്ഠയെക്കുറിച്ചായിരുന്നു നേരത്തെ പറഞ്ഞത്, സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് 1889 വേലായുധം നട എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ, അതായത് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതേതാണ്? പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണേത്? പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. മംഗലാപുരത്തെ ബില്ലവർക്കു വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം. മംഗലാപുരത്തെ ബില്ലവർക്കു വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം. ഇപ്പോൾ തിരുപ്പതീശ്വര ക്ഷേത്രം എന്ന പേരിലും അതിനെ അറിയപ്പെടുന്നുണ്ട്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1908. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1908. മലയാള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഗൗരീശ്വര ക്ഷേത്രം. ചെറായിലുള്ള ഗൗരീശ്വര ക്ഷേത്രം. അപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച പ്രതിഷ്ഠ നടത്തിയ വർഷം 1908. മലയാള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഗൗരീശ്വര ക്ഷേത്രം. ചെറായിലുള്ള ഗൗരീശ്വര ക്ഷേത്രം. ആനി ബസന്റിനാൽ തറക്കല്ലിടുകയും ഗുരുപ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. കോഴിക്കോടുള്ള ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണ് ആനി ബസന്റിനാൽ തറക്കല്ലിടുകയും ഗുരുപ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ക്ഷേത്രം. ഏതാണ്? ശ്രീകണ്ഠേശ്വര ക്ഷേത്രം,
കോഴിക്കോട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് പർളിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. തൃശ്ശൂരിലുള്ള പർളിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. അപ്പോൾ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠിച്ച് നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം ക്ഷേത്രം. കാരമുക്ക് അല്ലേ, തൃശ്ശൂരിലെ കാരമുക്കിലെ വിളക്കമ്പലം ക്ഷേത്രം നിലവിളക്ക് പ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഇത് മുരുക്കുംപുഴ ക്ഷേത്രം. പഞ്ചലോഹ ഫലകത്തിൽ ഓമിന് താഴെ സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1913. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1913. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈത ആശ്രമത്തിൻ്റെ ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? പെരിയാറാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ലാ വിളംബരം നടത്തിയ വർഷം 1916. 1991 ഇടവം 15 അല്ലേ. 1916 ഇംഗ്ലീഷ് മാസം 1991 ഇടവം 15 ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ലാ വിളംബരം നടത്തി അല്ലേ. അപ്പോൾ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നത് ഏത് വർഷമായിരുന്നു? 1921 മെയ് 15. അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടത്തിയത് ഏത് വർഷമാണ്? 1921 മെയ് 15. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ് അല്ലേ. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് ടി സദാശിവ അയ്യരായിരുന്നു. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം 1924 നടത്തി. ഈ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യരായിരുന്നു. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു അദ്ദേഹം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകി ഏത് വർഷം? 1924. അപ്പോൾ ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട്. 1925 അത് നടന്നത്. 1924 എന്താണ്? ആലുവ സർവമത സമ്മേളനം. ഈ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞത് അല്ലേ. ഇവിടെ വെച്ചിട്ടാണ് ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകിയത്. ഗുരു ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചു ഏത് വർഷം? 1928 ജനുവരി 9. 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചു. 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചു. മഹാന്മാരായ നവോത്ഥാന നേതാക്കന്മാരും അതുപോലെ മഹത് വ്യക്തികളും തമ്മിൽ കണ്ടുമുട്ടിയതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും കണ്ടുമുട്ടിയത് എവിടെ വെച്ചായിരുന്നു? തിരുവണ്ണാമലയിൽ വെച്ചിട്ടായിരുന്നു. 1916 തിരുവണ്ണാമലയിൽ വെച്ചിട്ട് രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരു ടാഗോറിനെ കണ്ടുമുട്ടിയത് വീണ്ടും ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ 1922 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. 1922 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. വീണ്ടും 3 വർഷം കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ 1925 ശിവഗിരിയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടി. ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ 1914 ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടി. ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ 1914 ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹവും അയ്യങ്കാളിയും തമ്മിൽ 1912 ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി. അയ്യങ്കാളി ബാലനാണെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചാൽ മതി. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ 1912 ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരു
ഡോക്ടർ പൽപുനെ 1895 ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടി. ഡോക്ടർ പൽപുനെ ഏത് വർഷം? 1895 ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിൽ 1891 കായിക്കരയിൽ വെച്ച് കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചും പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.